ഒറ്റ ദിവസം കൊണ്ട് പാലക്കാട് കാണാൻ പറ്റുന്ന അടിപൊളി കിടിലൻ സ്പോട്ടുകൾ, അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തത്തമംഗലം അക്വഡക്റ്റ് ആണ്. നല്ല പച്ച പരവതാനി വിരിച്ച പാടത്തിന് കുറുകെയുള്ള അക്വഡക്റ്റിലൂടെ നടന്ന് കാഴ്ചകൾ കാണാം, അടിപൊളി ഫോട്ടോസ് എടുക്കാം. രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വാമല പല്ലാവൂർ ശ്രീ മുരുകക്ഷേത്രം. ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന ഒരു അമ്പലമാണിത്. നമ്മുടെ മലയാളത്തിൽ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഹൃദയം പോലുള്ള ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് ഈ ഒരു ലൊക്കേഷൻ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നല്ല ഫുഡ് അടിക്കാനായിട്ട് നല്ലൊരു ഫുഡ് സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അയ്യപ്പൻ്റെ കട എന്നറിയപ്പെടുന്ന ഹൃദയം മൂവിക്കകത്ത് ബൺ പൊറോട്ട കഴിക്കുന്ന ഷോപ്പായിട്ടുള്ള അയ്യപ്പൻസ് ഹോംലി മീൽസ് എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇത് വളരെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു. ഞാൻ പോയ ദിവസം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കുമ്പളങ്ങ ചിക്കൻ കറി ആയിരുന്നു. നല്ല ഒരു ഫുഡ് സ്പോട്ടാണ്. അങ്ങനെ ഫുഡ് വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള മുതലമടയിലേക്കാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് മുതലമട. ഇനി നമ്മൾ കാണുന്നത് കൊല്ലങ്കോടുള്ള കുടിലിടമാണ്. ചെറിയൊരു എൻട്രി ഫീ കൊടുത്താൽ ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോയൊക്കെ എടുക്കാം, പാടത്തൂടൊക്കെ നടക്കാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനായ സീതാർകുണ്ട് വെള്ളച്ചാട്ടം നമുക്ക് പോയി വരാൻ പറ്റുന്നതാണ്. ഇതും നെന്മാറ തന്നെയുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ അട്രാക്ഷൻ തന്നെയാണ്. ഇത് നമുക്ക് വൈകിട്ട് ചായയും പലഹാരമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. പ്രത്യേകിച്ചും അവധി ദിവസങ്ങളാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടുള്ള പരിപ്പുവടയും വടയും ചായയും പിന്നെ അല്ലാതുള്ള കുറച്ച് പലഹാര ഐറ്റംസ് ഒക്കെ ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ട്. എന്നാൽ വളരെ നാടൻ